പോലീസിന്റെ ഭാഗമാണ്. നമുക്ക് അകത്ത് കയറാം. വിശാലമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് ഇന്ത്യനും ഇസ്ലാമിക്കും ആർക്കിടെക്ചർ മിക്സ് ആക്കിയിട്ടാണ് ഇന്ത്യ ഇസ്ലാമിക് ആർക്കിടെക്ചറായിട്ട് ഒരു ഇതാക്കുന്നത്. നമുക്ക് ഇനി അകത്ത് പോകാം കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഇവിടെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു ലൈറ്റ് എന്ത് വലുതാണെന്നറിയോ. ഇത് ഫുള്ള് സ്വർണത്തും കൊണ്ടാക്കിയതാണ് കേട്ടോ. 110 അടി ആണ് ಕನ್ನಡ പറയണമെങ്കിൽ ಕನ್ನಡയിൽ പറയാം. 110 ಅಡಿ ಹೈಟ್ ಇದೆ ಇದ್ರದ್ದು. ಇದು 500 ವರ್ಷಗಳಿಗಿಂತ ಮುಂಚೆ ಮಾಡಿರೋಂಥ. ഇതിൻ്റെ അകത്ത് റംസാൻ ബക്രീദ് ദിവസങ്ങളിൽ 20,000 മനുഷ്യർ ഒരേ സമയത്ത് വന്ന് നിസ്കരിക്കാനായിട്ട് അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. നമാസ് ചെയ്യാനായിട്ട് 20,000 പേർക്ക് ഉള്ള അവകാശമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ലാത്ത ദിവസങ്ങളിൽ വെറും 200-300 പേര് വരെ ഇതിൻ്റെ അകത്ത് വന്ന് നിസ്കരിച്ചിട്ട് പോകും. ഇത് പഴയതാണ്. ഇത് ഔറംഗസേബ് ഗേറ്റ് എന്ന് പറയും. ഇതിന് പറയുന്നതാണ് ഔറംഗസേബ് ഗേറ്റ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അവസാന കന്യകയായിരുന്ന, അതായത് ബഹദൂർ ഷാ സെക്കൻഡിനേക്കാളും മുമ്പായിട്ടുണ്ടായിരുന്ന ഔറംഗസേബ്, അവനിലൂടെയാണ് മുഗൾ സാമ്രാജ്യം പൂർണ്ണമായിട്ടും അധപ്പതിച്ചു പോകുന്നത്. കാരണം ഖജനാവിൽ പൈസ ഇല്ലാതെ തീർന്നു പോകുന്ന ഒരവസ്ഥ. അവന്റെ പേരിലുള്ള ഒരു ഗേറ്റാണ് ഇത്. ഈ മസ്ജിദിന്റെ മുമ്പിലായിട്ടുള്ള ഗേറ്റ്. ഇത് ഇവിടെ സാധാരണ രീതിയിൽ ബക്രീദ്, റംസാൻ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ വന്ന് ചേരുന്നത്. ഔറംഗസേബിന്റെ ഗേറ്റ് എൻട്രൻസ്. ഇതിലെ വന്ന് പള്ളിക്കകത്ത് കയറാനായിട്ട്